प्रिय बच्चे नमस्ते। पिछले कक्षा में हमने कांचीपुरम की सैर नामक एक वंदना की डायरी लेखन के बारे में परिचय किया। वह सभी ने ध्यान से पढ़ लिया। ओके, आज पेज नंबर 41, इसमें एक चित्रकथा है। चित्रकथा सबको पसंद है ना? ओके, इस चित्रकथा का नाम है करनी का फल। എന്താ കർണി കാ ഫൽ? കർണ മീൻസ് ഡൂയിങ് അല്ലേ? ചെയ്യുന്നതിൻ്റെ ഫലം, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും അല്ലേ? അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ അതിൻ്റെ ഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ നന്മ ചെയ്താൽ അതിൻ്റെ ഫലം നന്മയായിട്ട് നമ്മൾ അനുഭവിക്കും, തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം തിന്മയായിട്ട് അനുഭവിക്കും. നോക്കൂ, എന്താണ് അത്തരത്തിലൊരു കഥയാണ് കേട്ടോ, ചിത്രകഥയാണ്. നോക്കാം. पीपल के पेड़ पर कौवा और कौवी रहते थे। कुछ समय बाद कौवी ने 4 अंडे दिए. ചിത്രകഥയിൽ എന്താണ് പറയുന്നത്? പീപ്പൽ കെ പേഡ് പർ, പീപ്പൽ മീൻസ് ബനിയൻ ട്രീ, അരയാൽ മരം. അരയാൽ മരത്തിൽ കൗവ और കൗവി രഹത്തെ, ഒരു കാക്കയും അതിൻ്റെ പത്നി ഭാര്യയായിട്ടുള്ള ഒരു കാക്കയും താമസിച്ചിട്ടുണ്ടായിരുന്നു. കുച്ച് സമയബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൗവിനെ 4 അണ്ടേ ദിയെ, കൗവി എന്ത് ചെയ്തു? പെൺകാക്ക എന്ത് ചെയ്തു? 4 അണ്ടേ ദിയെ അല്ലേ? അണ്ട മീൻസ് എഗ്സ് അല്ലേ? 4, 4 മീൻസ് 4 അല്ലേ? 4 എഗ്സ് കൂട്ടിലിട്ടു. ദേഖോ, എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. ദേഖോ കുച്ച് ദിനോമേ ഹമാരെ ബच्चे अंडों से बाहर निकल आएंगे. കിത്തന അച്ഛാ ലഗേഗ, എന്താണ് അവർ പറയുന്നത്? ദേക്കോ, നോക്കൂ, കുച്ച് ദിനോമേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹമാരെ ബच्चे, നമ്മുടെ കുട്ടികൾ അണ്ടോംസെ ബാഹർ നിക്കലായെങ്കിൽ, അണ്ടോംസെ എഗ്ഗിൽ നിന്ന് ബാഹർ നിക്കലായെങ്കിൽ പുറത്തേക്ക് വരും. കിത്തന അച്ഛാ ലഗേഗ, അപ്പം എത്ര മനോഹരമാവും അല്ലേ? നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് വന്നാൽ എന്താ നമുക്ക് സ്നേഹിക്കാനും ലാളിക്കാനൊക്കെ കുട്ടികളായി അല്ലേ? അപ്പോൾ എത്ര മനോഹരമാവും ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നവർ എന്താ ചെയ്യണം? സ്വപ്നം കാണുകയാണ് അല്ലേ? ആ എഗ്ഗിനെ നോക്കിയിട്ട്, അണ്ടകളെ നോക്കിയിട്ട്. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ഉസി പേട് കെ നീച്ചെ, ചിത്രം കാണാനില്ലേ? ഗോംസല, ഗോംസലേക്ക് പാസ് കൗവ കവി ഹെ അല്ലേ? ആ നെസ്റ്റിൻ്റെ അടുത്ത് ആൺകാക്കയും പെൺകാക്കയും നിൽക്കുന്നൊരു പിക്ചർ കാണാനുണ്ട്. ഓക്കെ, ഗോംസല മീൻസ് നെസ്റ്റ് ആണ് കേട്ടോ, കൂട്. ഉസി പേട് കെ നീച്ചെ ഏക്ക് ബിൽ था, उसमें काला सांप रहता था. एक दिन वह पेड़ पर चढ़ा और घोंसले में पड़े हुए अंडों को देखा. उसी पेड़ के नीचे, അവർ താമസിക്കുന്ന ആ മരത്തിൻ്റെ നീച്ചെ, താഴെ ഏക്ക് ബിൽത്ത, ഒരു മാളം ഉണ്ടായിരുന്നു, ഒരു പൊത്തുണ്ടായിരുന്നു. ഉസ്മേം, അതിൽ കാലാ സാമ്പ് രഹത്താത്ത, കാലാ സാമ്പ് ബ്ലാക്ക് സ്നേക്ക് അല്ലേ? ഒരു കറുത്ത ഒരു സ്നേക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഏക് ദിൻ വഹ് പേട് പർ ചട, ഏക് ദിൻ ഒരു ദിവസം, വഹ അവൻ എന്ത് ചെയ്തു? സ്നേക്ക് പേട് പർ ചട അല്ലേ? ആ സാമ്പ് എന്ത് ചെയ്തു? മരത്തിൽ കയറി. ഔർ ഗോംസലേമേ, എന്നിട്ട് ഗോംസലെ ആ നെസ്റ്റിൽ പടേ ഹുയെ കിടക്കുന്ന അണ്ടോം കോ ദേക്ക, എന്തിനെ കണ്ടു? അണ്ടോം, ആ എഗ്സിനെ കണ്ടു അല്ലേ? മുട്ടകളെ കണ്ടു. വാ ഭായി ആജ് തോ മസേ ആ ജായേംഗെ, ഇൻ അണ്ടോം സേ ഹി നാസ്ത ഹോഗ. കണ്ടപ്പോൾ എന്താ അവൻ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് കണ്ടോ? വാ ഭായി ആജ് തോ മസേ ആ ജായേഗി, ഇന്ന് വളരെ രസകരമായിട്ടുള്ള ദിവസമാണ് അല്ലേ? ഇൻ അണ്ടോം സേ ഹി നാസ്ത ഹോഗ, ഈ അണ്ടോം അല്ലേ? ഈ എഗ്സ് കഴിച്ചിട്ട് നാസ്ത ആയിട്ട് ആ എഗ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് പേജ് നോക്കിയേ. സാം അണ്ടോം കോ ഖാ ഗയാ, ദിൻ छिपने पर कौवी वापस घोंसले में आई तो रोने लगी. मत रोवो, मैं समझ गया, ज़रूर ये काम उस काले दुष्ट सांब का ही है. സാമ്പ് അണ്ടേക്കോ ഗാ ഗയ, അങ്ങനെ സാമ്പ് എന്ത് ചെയ്തു? അണ്ടേക്കോ, ആ എഗ്സ് ഒക്കെ കഴിച്ചു. ദിൻ ചിപ്പിനെ പർ കൗവി വാപ്പസ് ഗോംസലേമേ ആയിത്തോ രോനെ ലഗി, അങ്ങനെ ആ ദിവസം അവർ പറന്നു പോയി ഭക്ഷണമൊക്കെ തേടി വന്ന് തീറ്റയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ കൗവി എന്ത് ചെയ്തു? വാപ്പസ് ഗോംസലേമേ ആയിത്തോ, തിരിച്ച് കൂട്ടിലെത്തിയപ്പോൾ രോനെ ലഗി, കരയാൻ തുടങ്ങി. അപ്പോൾ എന്താണ് കൗവ് പറയുന്നത്? മത്തുരോവോ അല്ലേ? നീ കരയണ്ട അല്ലേ? ഡോൺ ക്രൈ അല്ലേ? നീ കരയൊന്നും വേണ്ട. മേ സമജ് ഗയ, എനിക്ക് മനസ്സിലായി. ജരൂർ ഏക്കാം, തീർച്ചയായിട്ടും ഏക്കാം, ഈ പ്രവർത്തനം, നമ്മുടെ മുട്ടകളൊക്കെ എഗ്സൊക്കെ കഴിച്ചത് ഉസ് കാലേ ദുഷ്ട സാംപ് കാ ഹി ഹേ, തീർച്ചയായിട്ടും ആ കറുത്ത സർപ്പം തന്നെയായിരിക്കും.
लेकिन आप उसका कुछ बिगाड़ भी तो नहीं सकते. അപ്പം എന്താ അവൾ പറയുന്നത്? എന്നാൽ ആപ്പ് ഉസ്കാ കുച്ച് ബിഗാഡ് പി തോ നഹി സക്തേ, നിങ്ങൾക്ക് അവനൊന്നും ചെയ്യാൻ കഴിയില്ലേ. कौवा अपनी खास मित्र लोमड़ी के पास गया, उसे अपनी दुख भरी कहानी सुनाई. लोमड़ी बोली. അങ്ങനെ കൗവ എന്ത് ചെയ്തു? അപ്പനി ഖാസ് മിത്ര, തൻ്റെ സ്പെഷ്യൽ മിത്രമായിട്ടുള്ള ലോമഡി കെ പാസ്, സൂത്രക്കാരനായിട്ടുള്ള തൻ്റെ മിത്രമായിട്ടുള്ള ലോമഡി അല്ലേ, ഫോക്സിൻ്റെ അടുത്ത് ഗയ പോയി. ഉസെ അപ്പനി ദുഃഖഭരി കഹാനി, അവനോട് തൻ്റെ ദുഃഖം നിറഞ്ഞിട്ടുള്ള ഈ കഥ, എഗ്സ് ഒക്കെ കഴിച്ച, അണ്ടൊക്കെ കഴിച്ചിട്ടുള്ള ഈ കറുത്ത സർപ്പം കഴിച്ചിട്ടുള്ള കഥ ഒന്ന് പറഞ്ഞു കൊടുത്തു. ലോമഡി ബോലി. അപ്പോൾ ലോമഡി പറയാണ്, അച്ഛാ तो हम उस काले सांप को सबक जरूर सिखाएंगे. എന്താ ലോമഡി പറഞ്ഞത്? അച്ഛാ ശരി, തോ അങ്ങനെയാണോ, ഹം ഉസ് കാലെ സാമ്പുക്കോ, നമ്മൾ എന്ത് ചെയ്യും? ഉസ് കാലെ സാമ്പുക്കോ, ആ കറുത്ത സർപ്പത്തെ സബക്ക് സരൂർ സിഖായെങ്കെ, തീർച്ചയായിട്ടും. സബക്ക് മീൻസ് ഗുണപാഠം, ഒരു പാഠം തന്നെ അവനെ സിഖായെങ്കെ പഠിപ്പിക്കും. അവൻ ചെയ്ത ഈ പ്രവർത്തനത്തിന് അവന് തിരിച്ച് നമുക്ക് നല്ലൊരു പാഠം തന്നെ അവനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. लोमड़ी ने कौवे को एक उपाय बताया. कौवे ने वैसे ही किया और नदी के किनारे पहुंचकर पास के एक पेड़ पर बैठ गया. उसने देखा कि रानी अपनी सहेलियों के साथ कपड़े गहने किनारे रखकर नदी में नहा रही है. എന്തുണ്ടായത്? ലോമഡി കൗവയെ ഏക്ക് ഉപായ് ബത്തായ, നമ്മുടെ സൂത്രക്കാരൻ ലോമഡി എന്ത് ചെയ്തു? കൗവയുടെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. കൗവേനെ വൈസാഹി കിയ, കൗവ അതുപോലെ തന്നെ ചെയ്തു. നദിക്ക് കിനാരെ പഹുഞ്ചുകർ, നദീ തീരത്ത്, കിനാരെ മീൻസ് തീരം, നദീതീരത്ത് പഹുഞ്ചുകർ എത്തിയിട്ട് പാസ്കെ ഏക്ക് പേഡ് പർ ബൈഠ് ഗയ, പാസ്കെ അടുത്തുള്ള ഏക്ക് പേഡ് പർ, നദീതീരത്തിനടുത്തുള്ള ഒരു മരത്തിൽ എന്ത് ചെയ്തു? ബൈഠ് ഗയ, അവിടെ ഇരുന്നു. ഉസ്നെ ദേക്കാക്കി, ആ സമയത്ത് അവൻ കണ്ടു. എന്താ കണ്ടത്? റാണി അപ്പിനി സഹേലിയോം കെ സാത്ത്, മഹാറാണി തൻ്റെ സഹേലിയോം കെ ഫ്രണ്ട്സുമായിട്ട് കപ്പടെ ഗഹനെ, തൻ്റെ കപ്പടെ ഡ്രസ്സുകളും അതുപോലെ ഗഹനെ ഓർണമെൻറ്റ്സൊക്കെ കിനാരെ രഘുക്കർ, നദീതീരത്ത് വെച്ചിട്ട് നദീമേ നഹാ രഹി ഹെ, നദിയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. വാ കിത്തന അച്ഛാ ലഗ് രഹാ ഹെ, പാനി കിത്തന ടണ്ടാ ഹെ, എന്താ അവർ പറയുന്നത്? എത്ര നല്ലതാണ്, പാനി കിത്തന ടണ്ടാ ഹെ, വെള്ളം എത്ര തണുത്ത വെള്ളമാണ്. ടണ്ട മീൻസ് കൂൾ, എത്ര തണുത്ത വെള്ളമാണ്. कौवे ने जल्दी से जाकर रानी की हीरों से बनी कीमती पायल उड़ा ली और सांप के बिल में डाल दी. അങ്ങനെ കൗവ എന്ത് ചെയ്തു? ജൽദി സെ, പെട്ടെന്ന് തന്നെ, വേഗം തന്നെ, ജാക്കർ പോയിട്ട്, റാണിക്ക് ഹീരോംസെ ബനി, റാണിയുടെ ഹീരോംസെ ബനി, മുത്തുകളാൽ നിർമ്മിച്ച പേൾ, ഹീറോ മീൻസ് പേൾ, മുത്തുകളാൽ നിർമ്മിച്ചിട്ടുള്ള കീംതി, വില കൂടിയ അല്ലെ, വാല്യുബിൾ, കീംതി പറഞ്ഞാൽ വാല്യുബിൾ, വില കൂടിയിട്ടുള്ള പായൽ ഉഡാലി, എന്ത് ചെയ്തു? ആംഗ്ലറ്റ് അല്ലെ, ആംഗ്ലറ്റ് എടുത്ത് പാദസരം എടുത്തിട്ട് ഔർ സാമ്പ് ബിൽമേ ഡാൽദി, എന്ത് ചെയ്തു? ഈ സാമ്പിൻ്റെ മാളത്തിന് മുന്നിൽ കൊണ്ടുവച്ചു. ബിൽമേ ഡാൽദി, മാളത്തിലേക്ക് ഇട്ടു, അതിനുള്ളിലേക്ക് ഇട്ടു. ജബ് റാണി നഹാക്കർ നദി സെ ബാഹർ നിക്കലി तो उसे आसपास कहीं भी अपनी पायल दिखाई नहीं थी. അങ്ങനെ ജബ് റാണി നഹാക്കർ, റാണി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നദീസെ ബാഹർ നിക്കാലി, നദിയിൽ നിന്ന് കരയ്ക്ക് കയറി. തോ ആ സമയത്ത് ഉസെ ആസ്പാസ് കഹീംബി അപ്പനി പായൽ ദിക്കായി നഹീന്തി, ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ പായൽ കാണാനുണ്ടായിരുന്നില്ല, ഓർണമെൻറ്റ് കാണാനുണ്ടായിരുന്നില്ല. അരേ കോയി ഹേ ക്യാ ദേക്കോ ജൽദി കരോ മേരി പായൽ കഹാം ഹേ, അവർ ഒച്ച വെച്ചു. എന്താണ്? അരേ കോയി ഹേ ക്യാ, ഇവിടെ ആരുമില്ലേ? ദേക്കോ നോക്കൂ, ജൽദി കരോ മേരി പായൽ കഹാം ഗൈ, എൻ്റെ ഓർണമെൻ്റ് എവിടെയെന്ന് കണ്ടെത്തു എന്ന് പറഞ്ഞു. ചാരോ തരഫ് ടൂണ്ടോ കഹാം ഗയി പായൽ പത്താ കരോ, ചാരോ തരഫ് ടൂണ്ടോ, എന്താ ചാരോ തരഫ്? 4 ഭാഗത്തും ടൂണ്ടോ, ടൂണ്ട മീൻസ് സെർച്ചിങ്, 4 ഭാഗത്തും സെർച്ച് ചെയ്യൂ. കഹാം ഗയി പായൽ, എവിടെ പോയി എൻ്റെ പായൽ, ആൻക്ലെറ്റ് എവിടെ പോയി? പത്താ കരോ, കണ്ടെത്തു എന്ന് അവൾ കമൻറ്റ് കൊടുത്തു. ഏക്ക് സിപ്പാഹി ദൂസരെ സിപ്പാഹി സെ തുരന്ത ആക്കർ ബോല, അങ്ങനെ ആ സമയത്ത് കാവൽ ഭടന്മാരുണ്ട് കൂടെ. ഏക്ക് സിപ്പാഹി, ഒരു ഭടൻ, ദൂസരെ സിപ്പാഹി സെ, മറ്റ് ഭടനോട്, തുരന്ത ആക്കർ ബോല, പെട്ടെന്ന് തന്നെ പറഞ്ഞു. मैंने एक कौवे को कुछ ऐसा ही ले जाते देखा था, आप मेरे साथ आइए, जल्दी चलो. എന്താ പറയുന്നത്? മേനെ, ഞാൻ ഏക്ക് കൗവേക്കോ, ഒരു ക്രൗവിനെ, കുച്ച് ഐസാ ഹി ലേ ജാത്തെ ദേക്കാത്ത, എന്തോ എന്ന് എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആപ് മേരെ സാത്തായി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. അപ്പം മറ്റേ ഭടൻ പറയാണ്, ജൽദി ചലോ, വേഗം പോകാം.
एक सिपाही की नज़र नीचे बिल में पड़ी पायल पर पड़ी। दोनों सिपाही सांब के बिल से जैसे ही पायल निकालने लगे वैसे ही सांब बाहर निकल आया। उन्होंने सांब को मार डाला और बिल से पायल निकाल ली। एक सिपाही की नज़र, ഒരു ഭടന്റെ ദൃഷ്ടി, നീച്ചെ ബിൽ മേ പടി, താഴെയുള്ള മാളത്തിലേക്ക് അയാൾ നോക്കി, പായൽ പർ പടി, അവിടെ എന്ത് കണ്ടു? ആ പായൽ ആംഗ്ലേറ്റ് കിടക്കുന്നത് കണ്ടു. ദോനെ സിപ്പാഹി സാമ്പ് കെ ബിൽ സെ ജൈസെ ഹി പായൽ നിക്കാൽനെ ലഗെ വൈസെ ഹി സാമ്പ് ബാഹർ നിക്കലായ. അങ്ങനെ ദോനോ സിപ്പാഹി, രണ്ട് ഭടന്മാരും, സാമ്പ് കെ ബിൽ സെ, ഈ സാമ്പിൻ്റെ മാളത്ത് നിന്ന്, ജൈസേഹി പായൽ നിക്കാലിനെ ലഗെ, ആ ആംഗ്ലേറ്റ് പുറത്തെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും, വൈസേഹി സാമ്പ് ബാഹർ നിക്കലായ, അപ്പോഴേക്കും നമ്മുടെ സാമ്പ്, ആ സ്നേക്ക് എന്ത് ചെയ്തു? ബാഹർ നിക്കലായ, പുറത്തേക്ക് വന്നു. ഉനോനെ സാമ്പുക്കോ മാർ ഡാല, അപ്പോൾ ഈ രണ്ടുപേരും എന്ത് ചെയ്തു? സാമ്പിനെ കൊന്നു. ബിൽസെ പായൽ നിക്കാല, ആ മാളത്ത് നിന്ന് ആംഗ്ലേറ്റ് പുറത്തെടുത്തു. ദൂർ സെ ദേഖ് രഹേ കൗവ കവി ബോധ് ഖുഷ് ഹുയെ. ദൂരെ നിന്ന് ഇതൊക്കെ ആര് കാണുകയായിരുന്നു? ആ കവ്വയും കവിയും കാണുകയായിരുന്നു. കൗവേനെ കഹ, അങ്ങനെ കൗവ പറയാണ്, ആജ് ഇസെ അപ്നി കർണി ക ഫൽ മിൽ ഗയ. ആജ്, ഇന്ന്, ഇസെ, ഇവൻ, ഈ സ്നേക്ക്, സാമ്പ്, അപ്നി കർണി ക ഫൽ, താൻ ചെയ്തതിൻ്റെ ഫലം, മിൽ ഗയ, അവന് ഫലം അനുഭവിക്കേണ്ടി വന്നു. അബ് ജബ് തും അണ്ടേ ദോഗി തോ ഹമേം കിസി കാ ഡർ നഹി രഹേഗ. ये दुष्ट സാമ്പു മർ ഗയ, അബ് ഹം ഔർ ഹമാരെ ബच्चे സദാ സുഖ് സെ രഹെങ്കെ. ഇനി എന്താ പറയുന്നത്? കൗവ കവിയോട് പറയാണ്, അബ് ജബ് തും അണ്ടേ ദോഗി തോ, ഇനി നീ എഗ്സ്, അണ്ടേ നൽകുകയാണെങ്കിൽ, ഹമേം കിസി കാ ഡർ നഹി രഹേഗ, നമുക്കൊരിക്കലും ഡർ നഹി ലഗേഗ, നമുക്കൊരിക്കലും ആരെയും പേടിക്കേണ്ടി വരില്ല. യേ ദുഷ്ട സാമ്പു മർ ഗയ, ഈ ദുഷ്ടനായിട്ടുള്ള സാമ്പ് മർ ഗയ, മരിച്ചുപോയി. അബ് ഹം ഔർ ഹമാരെ ബच्चे, ഇനി നമ്മളും, ഹമാരെ ബच्चे, നമ്മുടെ കുട്ടികളും, സദാ സുഖ്സെ രഹേങ്കെ, എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ട് നമുക്കിവിടെ ജീവിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കഥയിൽ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ നല്ല പ്രവർത്തനം മാത്രം ചെയ്ത് മുന്നേറുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നന്മ ചെയ്താൽ നമ്മൾ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും, നന്മ തന്നെ അനുഭവിക്കാം. തിന്മയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചടി തിന്മയായിട്ട് തന്നെ അവസാനം ലഭിക്കും, അല്ലേ? ഓക്കെ, आज का करनी का फल नामक चित्रकथा अच्छी तरह ध्यान से पढ़ना. कोई संदेह है तो मुझसे पूछिए. आज की कक्षा में यहाँ समाप्त करती हूँ. धन्यवाद.